ഈ അമരക്കുഞ്ഞിലെ കടുവാ ഭീതി അതിന്റെ ഒരു പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് ഒന്ന് ചോദിക്കാം അല്ലേ? അവിടെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അല്പസമയം മുൻപ് ഉണ്ടായിരുന്നു. സുർജിത്ത് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്തിലേക്ക്. സുർജിത്ത്, കടുവയെ എവിടെയാണ് കണ്ടെത്താനായതെന്ന് വ്യക്തമാകുന്നുണ്ടോ വിവരങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് ഒരു ടെറസിൻ്റെ മുകളിലാണ്. ഇവിടെയാണ് ഡ്രോൺ ഉൾപ്പെടെയുള്ള തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് വനംവകുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ DFO അജിത് കെ രാമൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നതും ആ ദൃശ്യമാണ്. കാരണം കടുവയുടെ സാന്നിധ്യം ഇതിൻ്റെ ചുറ്റുവട്ടത്താണിത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് അമരക്കുനിയുടെ ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണിത് സംഭവിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ബിജു എന്ന ആളുടെ വീട്ടിലെ ആടിനെ പിടിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥയും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഡ്രോൺ പരിശോധന അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കടുവയുടെ സാന്നിധ്യം ഈ സറൗണ്ടിങ്സിലുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയുള്ള പ്രതികരണമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇവിടെ ഈ മേഖലയിൽ ലൈറ്റുകൾ അണച്ച് അതോടൊപ്പം തന്നെ വീട്ടുകാരുടെ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നുള്ള ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വനംവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് എത്തിയ സാഹചര്യത്തിലാണ് ആ വീടിനടുത്തേക്ക് പോലും ആളുകളെ പ്രവേശിപ്പിക്കാതെ അത്രയും ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇവിടെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘം മയക്കുവെടി ദൗത്യവുമായി ഇവിടെ ഉണ്ട്. അവരെല്ലാം തന്നെയുണ്ട്. വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അവരൊന്നും ഇവിടെ ഒന്നും മാറിയിട്ടുമില്ല. ഈ എത്രയും വേഗം ഈ കടുവയെ പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്കാണ് എത്തുന്നത്. നമ്മളൊപ്പം DFO തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ തെരച്ചിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണെന്ന് ഫൈൻ? നമ്മളിപ്പോൾ 56-നടുത്ത് ഊട്ടിക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇന്ന് പുലർച്ചെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഒരു ആടിനെ ലിഫ്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടായി. ആടിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും നമ്മൾ ആ ആടിനെ ഉപയോഗിച്ച് തന്നെ പെട്ടെന്ന് തന്നെ ഇന്നലെ വൈൽഡ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്ന കൂട്, റിസർവ് ആയിട്ടുള്ള കൂട് നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടത്തുകയും കടുവയുടെ സാന്നിധ്യം ഈ ഒരു സ്ഥലത്ത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അനുകൂല സാഹചര്യം വരികയാണെങ്കിൽ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയും അതുപോലെ തന്നെ ഡോക്ടർ അജേഷ് മോഹൻദാസും സംഘവും ഇവിടെ നിലവിലുണ്ട്. അനുകൂല സാഹചര്യം നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് തുറസായ സ്ഥലത്ത് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു പ്രൊസീജിയറിലേക്ക് ഇന്ന് കടക്കുന്നതാണ്. പ്രദേശവാസികൾക്ക് നൽകാനുള്ള ജാഗ്രതാ നിർദ്ദേശം എന്തൊക്കെയാണ്? അതായത് ഈ പറയുന്ന ഈ പ്രദേശത്ത് കഴിവതും ഡിസ്റ്റർബൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ കടുവ ഈ പ്രദേശം വിട്ടുപോവാതെ ഡോക്ടർമാർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള ഇത് മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അതായത് പരമാവധി ആ ഭാഗത്തേക്ക് ജനങ്ങളുടെ ഒരു കടന്നുകയറ്റം ഒഴിവാക്കുക, ഈ റോഡ് വഴിയുള്ള ഗതാഗതമൊക്കെ നിയന്ത്രിക്കുക. കാരണം എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ ജില്ലയിൽ അവധിയാണ്. തീർച്ചയായിട്ടും ഇതിനെ കാണാനും കൗതുകം എന്ന രീതിയിലൊക്കെ പലവരും വരാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പരമാവധി എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നൊരു അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത്. അതുതന്നെയാണ് ഈ പറയുന്ന പൊതുവെ എല്ലാ മാധ്യമങ്ങളോടും തന്നെ പറയുന്നത്. ഇതിൻ്റെ വളരെ അടുത്ത് വരാതെ ഈ ഒരു ഓപ്പറേഷൻ നല്ല രീതിയിൽ നമുക്കിന്ന് നടത്താൻ കഴിയട്ടെ എന്നുള്ളൊരു അപേക്ഷ അതാണ് മുന്നോട്ട് വെക്കാറുള്ളത്. എന്തായാലും DFO പറഞ്ഞ പോലെ തന്നെ നമ്മളും പരിസരത്തേക്ക് അവിടേക്ക്, അതായത് ഈ ആടിനെ കൊന്നിട്ട് ആ സ്ഥലത്തേക്ക് വീണ്ടും കടുവ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും അവിടേക്ക് ആ പരിസരത്തേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അതായത് മിഷനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് നമ്മളും അവിടേക്ക് പോകുന്നില്ല. മാത്രമല്ല ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അവരും സമാനമായ രീതിയിൽ തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ സഹകരിക്കണം. എങ്കിൽ മാത്രമേ ഈ കടുവയെ പിടികൂടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. കടുവയുടെ ഒരു സാന്നിധ്യം ഇപ്പോഴും ഈ ഡ്രോണിൽ ലഭ്യമാവുന്നുണ്ട്. തെർമൽ ഡ്രോൺ പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം ഇപ്പോഴും ലഭ്യമാവുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ അവർ അതുമായി ബന്ധപ്പെട്ട പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ തെർമൽ ഡ്രോണിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. ആ പരിസരത്തേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും അത് ഈ മിഷനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നാട്ടുകാരോട് ഉൾപ്പെടെ ജാഗ്രത പാലിക്കണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് വനംവകുപ്പ്. സുജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും അവിടെ പരിശോധന വളരെ കാര്യക്ഷമമായി തന്നെ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്.